ஹாய். ഒരു കഥ சொல்லட்டுமா? വലിയ മാർക്കറ്റ് വാല്യൂ ഒന്നും ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്. 2017 ഏതോ ഒരു മഴക്കാലത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് നനഞ്ഞ് കുളിച്ച് ഒരു അതിഥി കയറി വന്നു. ഒരു ചുക്കി ചുളിഞ്ഞ തൊലിയും ശോഷിച്ച ശരീരവും മുടന്ത് കാലൊക്കെയുള്ള ഒരു പൂച്ച. ഞങ്ങൾക്ക് ആർക്കും അതിനെ ഇഷ്ടമായില്ല. എല്ലാവർക്കും എന്ന് പറഞ്ഞുകൂടാ. മമ്മി പലപ്പോഴും അതിനെന്തെങ്കിലുമൊക്കെ ചെറിയ ഭക്ഷണം കൊടുക്കും. സമയമുള്ള സമയത്ത് അതിനോടൊക്കെ ചെറിയ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേക കേസ് കേട്ടായിരുന്നു. അങ്ങനെ 2017 അവസാനം എൻ്റെ വീടിൻ്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അടുക്കള ഭാഗം ഒക്കെ കുറച്ച് പൊളിച്ച് അവിടെയൊക്കെ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സമയം ഏതാണ്ട് ഒരു 7-7:30 ആയി കാണും. മമ്മി അടുക്കളയിൽ എന്തോ കാര്യത്തിന് വേണ്ടി കയറിയപ്പോൾ അവിടെ ഭക്ഷണത്തിനായി എന്തോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു തെരുവ് പട്ടി അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം മമ്മി അതിനെ കണ്ടിട്ടുണ്ടായില്ല. മമ്മീനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് കടിക്കാൻ വേണ്ടി ചാടുകയായിരുന്നു ചെയ്തത്. പെട്ടെന്ന് എവിടെ നിന്നറിയാതെ ഈ പറയുന്ന പൂച്ച ചാടി വരികയും ചാടി തുള്ളി ഈ പട്ടിക്കിട്ട് മുഖത്തൊരു കിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഷോക്ക്, മാന്ത് കിട്ടിയ ഷോക്കിൽ ഈ പറയുന്ന പട്ടി മൂങ്ങിക്കൊണ്ടുകൂടി. പെട്ടെന്നൊരു ദിവസം, ഒരു സെക്കൻഡ് കൊണ്ട് ആർക്കും ഇഷ്ടപ്പെടാതിരുന്ന ഈ ഒരു പൂച്ച ഞങ്ങളുടെ സൂപ്പർ ഹീറോ ആയിട്ട് മാറി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് കൊടുത്ത വറ്റിനോട് അത് കാണിച്ച നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. വലിയ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത ഒരു സംഗതിയാണിത്. അപ്പം ഞാൻ പഠിക്കുന്ന ഓൺടർപ്രണർഷിപ്പ് ആണെങ്കിലും മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കുകളിലാണെങ്കിലും നമ്മൾ കാണുക ടാക്റ്റിക്കൽ എമ്പതി അടക്കമുള്ള ഒരുപാട് ടെക്നിക്കലാണ്. മനുഷ്യനെ എങ്ങനെ നമ്മുടെ ഒരു നമ്മൾ പറയുന്ന ഇത് കേൾക്കുന്ന രീതിയിലേക്ക് എങ്ങനെ മനുഷ്യന്മാരെ മാറ്റിയെടുക്കാം, അത് വളരെ സയൻറ്റിഫിക്കായിട്ട് സൈക്കോളജിക്കലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നന്ദി എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കവിടെ അധികം വലിയ കാണാൻ കഴിയില്ല. പക്ഷെ നന്ദിയുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള കഥകൾ ഒക്കെ നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ ഒരുപാട് ഇടം പിടിക്കുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേ അത് ഉള്ള ആൾക്കാർക്ക് ആ ഒരു ജീവിതത്തിൽ കുറച്ചും കൂടെ പ്ലസൻ്റായിട്ട് ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ നമ്മളെന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്, ഒരുപാട് പേരുടെ സഹായങ്ങളാണ്. ഈ പറയുന്ന സഹായങ്ങൾ മനസ്സിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആഫ്റ്റർ ഓൾ ജീവിതം എന്ന് പറയുന്ന ഒരു 50-60 കൊല്ലത്തെ ഈ ഒരു കലാപരിപാടി കൊറോണക്കാലത്തൊക്കെ എത്രയോ കോടീശ്വരന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞു. വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ഒരുപാട് ആൾക്കാർ മരിക്കുന്ന ഒരു ലോകം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ലോകത്ത് നന്ദിയുള്ളവരായി കുറച്ചും കൂടി ജീവിതത്തിലെ അനുഗ്രഹങ്ങളെയൊക്കെ ഓരോന്നും പോയി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വില മനസ്സിലാവുക എന്ന് പറഞ്ഞ പോലെ നിലവിലുള്ള അനുഗ്രഹങ്ങളെ, നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച് ഒരു നന്ദിയോടെ ഓർക്കാൻ കഴിയുക, ഒരു സന്തോഷം ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ഉന്നെ നമ്പി മരം ഇருக்கு, മരത്തെ നമ്പി കൊമ്പ് இருக்கு, കൊമ്പേ നമ്പി ഇല இருக்கு, ஏலேலேலோ இலைய நம்பி பூ இருக்கு, பூவே நம்பி காய் இருக்கு, காயை நம்பி நாம் இருக்கு, நம்மை நம்பி நாடு இருக்கு, நாடை நம்பி காடு இருக்கு, ஏலேலேலோ നാടേ നമ്പി കാട് ഇருக்கு, ഏലേലേലോ. എല്ലാം ഒരു പരസ്പര വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത്. എല്ലാം